മോഹൻലാൽ എന്ന നടൻ ഒരു ഇതിഹാസവും എമ്പുരാൻ എന്ന സിനിമ ഒരു പ്രതീക്ഷയും. ഒരു സിനിമാ ടിക്കറ്റ് ലഭിക്കുന്നത് ഒരു സാഹസികമായിരുന്ന കാലം ഓർമ്മയുണ്ടോ? ആ തിരക്ക്, ആ ആവേശം, ആ ഉന്മാദം, മോഹൻലാൽ എന്ന നടൻ അഭിനയിച്ച ഒരു സിനിമ കാണുവാനുള്ള ആവേശം. ഒരു ടിക്കറ്റ് കിട്ടാൻ ആളുകൾ ശ്വാസം മുട്ടി പരിശ്രമിച്ചിരുന്നതും, ഒരു സിനിമ റിലീസ് വെറും ഒരു സംഭവമല്ല, ഒരു ഉത്സവമാക്കിയിരുന്ന സമയവും ഉണ്ടായിരുന്നു. മൂന്നാം മുറ, നരസിംഹം, മണിച്ചിറത്ത് താഴ് ഇവ വെറും സിനിമകളല്ല, ഒരു തലമുറയുടെ ഹൃദയത്തിനുള്ളിൽ പതിഞ്ഞ അനുഭവങ്ങളാണ്. തിയേറ്ററുകൾ നിറഞ്ഞ് തെരുവുകൾ അവന്റെ ഡയലോഗുകൾ ആവർത്തിച്ചു. ആരാധകർ അവനെ രാജാവായി, മഹാരാജാവായി ആരാധിച്ചു. ഭയരഹിതനായ ആടുതോമയായി, രഹസ്യപരമായ സണ്ണി ജോസഫായി, ശക്തനായ ഇന്ദുചൂടനായി, മനോഹരമായ ദാസനായി അവൻ എല്ലാവർക്കും എല്ലാം ആയിരുന്നു, നമ്മളിൽ ഒരാളായിരുന്നു. കാലം മാറി, മലയാള സിനിമയുടെ മുഖം മാറി, തിയേറ്ററുകളും കാണികളുടെ ശീലങ്ങളും മാറി. പക്ഷേ ഒന്നിനു മാത്രം മാറ്റം വന്നില്ല, അവൻ്റെ സാന്നിധ്യം. അവൻ നമ്മുടെ സിനിമ ഋതുക്കളുടെ രാജാവായിരുന്നു, നമ്മുടെ ഓർമ്മകളുടെ സംരക്ഷകനായിരുന്നു, നമ്മുടെ നൊസ്റ്റാളജിയുടെ ഹൃദയമിടിപ്പായിരുന്നു. ഇതാ ഇപ്പോൾ അതേ ശക്തിയോടെ അവൻ വീണ്ടും തിരിച്ച് ജനമനസ്സുകളിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. എമ്പുരാൻ വെറുമൊരു തുടർച്ചയല്ല, ഇത് മലയാള സിനിമയ്ക്ക് ഒരു പുതുജന്മമാണ്, പുതുജീവനാണ്. ഒരു നടൻ എന്ന നിലയിൽ അനന്തമായ മാറ്റങ്ങൾ കൈക്കൊണ്ട് മുന്നേറിയ ഒരു മഹാനടന്റെ ശക്തമായ തിരിച്ചുവരവാണ്. മോഹൻലാലും പൃഥ്വിരാജും ഒന്നിച്ചാൽ അത് വെറും സിനിമയാകില്ല, ഒരു ആഘോഷവും ഒരു അനുഭവമാകും, ഒരു ചരിത്ര നാഴികക്കല്ലാവും. തിയേറ്ററുകൾ വീണ്ടും നിറയുന്നു, ബുക്കിംഗ് ആപ്പുകൾ വീണ്ടും ക്രാഷ് ചെയ്യപ്പെടുന്നു, ഞങ്ങളുടെയൊക്കെ രോമാഞ്ചം വീണ്ടും ഉണരുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ഈ മായാജാലത്തെ സാക്ഷ്യം വഹിക്കുന്നു. കാരണം ഇതിഹാസങ്ങൾ വിരമിക്കില്ല, മരിക്കില്ല. അവർക്കറിയാം, കാത്തുനിൽക്കേണ്ട സമയമുണ്ട്. ആളുകൾ അവനെക്കുറിച്ച് സംശയിച്ചു, ചിലർ അവന്റെ കാലം കഴിഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കൽ കൂടി അവൻ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു സംശയവുമില്ല, ഇനിയും അവനാണ് ചക്രവർത്തി. മോഹൻലാൽ എന്ന നടൻ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, നമ്മുടെ അമൂല്യമായ സ്വത്ത്. ഇത് വെറും ഒരു സിനിമയല്ല, ഇത് എമ്പുരാനാണ്.